തുമ്പിക്കൈയില്ലാത്ത കാട്ടാനക്കുട്ടിയെ കാണാത്തവരുണ്ടാവില്ല മലയാളികളും തോന്നുന്നു. കാരണം പലതവണ വാർത്തകളിൽ നടന്നിട്ടുള്ളതാണ്. ഇതാ ആനക്കുട്ടിയും സംഘവും വീണ്ടും അതിരപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചാലക്കുടി പുഴയോരത്താണ് അവരെ കണ്ടത്. വെള്ളമൊക്കെ കുടിക്കുന്ന കാഴ്ചകൾ വരുന്നു. അത് ആനപ്രേമികളെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരുന്ന കാഴ്ചയാണ്. കാരണം ഈ തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിക്ക് എങ്ങനെ ജീവിച്ചു പോകാൻ കഴിയുമെന്ന ഒരു ആശങ്കയൊക്കെ പൊതുവെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങളിൽ അവൻ സുഖമായി തന്നെ ഇരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാവുന്നത്. ലിഷോയ് നമുക്കൊപ്പമുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലിഷോയ്, ഈ കുട്ടിയാനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളായിരിക്കും ലിഷോയ്. ഒരുപാട് തവണ ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലിഷോയ്ക്ക് അറിയത് എങ്ങനെയാകും ഈ ആനക്കുട്ടിയുടെ കാര്യം എങ്ങനെയാവും എന്നൊക്കെ പല വിദഗ്ധരും ആനയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ പ്രകൃതിയും ആ കാട്ടാനക്കൂട്ടവും അവനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ആ കുട്ടിയുടെ കൂടെ, ആ കുഞ്ഞാനയുടെ കൂടെ അതിൻ്റെ അമ്മ എപ്പോഴും ഉണ്ട്. അതിന് ചുറ്റും സംരക്ഷണമായി ഒരു പറ്റം ആനകൾ കൂടെയുണ്ട് എന്നുള്ളത് തന്നെ ആകാം ആ ഒരു ശക്തി, അല്ലെങ്കിൽ അതിന് ഏറ്റവും മുന്നോട്ട് പോകാനായുള്ള ഒരു ഊർജം ഒരുപക്ഷെ അത് തന്നെയാകാം. ഈ ആനയുടെ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമുക്കെല്ലാം മനസ്സിലൊരു നോവായിരുന്നു. പിന്നീട് ആ നോവ് മാറി ഒരു കൗതുകമായി മാറി. ഇപ്പോൾ പലപ്പോഴും ഈ ആനയെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഓരോ സമയവും ആ ആനക്കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കാണാനില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂട്ടമായി ചാലക്കുടി പുഴയോരത്ത് വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ. അതായത് തുമ്പിക്കൈയിൽ, സാധാരണഗതിയിൽ തുമ്പിക്കൈയിലെടുത്താണ് ആനകളെല്ലാം തന്നെ വെള്ളം കുടിക്കാറുള്ളത്. ഇതിൽ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ തുമ്പിക്കൈ ഇല്ലെങ്കിൽ പോലും ഈ ആന വെള്ളം കുടിക്കാനായി എല്ലാം കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര വലുതാകുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോഴെന്തായാലും ആ ആന വളരെ ആരോഗ്യം വീണ്ടെടുത്ത ഒരു നിലയിൽ തന്നെയാണ്. കൂടാതെ ആദ്യഘട്ടത്തിൽ ഇതെങ്ങനെയാണ് ഈ തുമ്പിക്കൈ മുറിഞ്ഞതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയായിരുന്നു. പിന്നീട് ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഉൾപ്പെടെ ഈ ആനയെ നിരീക്ഷിക്കുകയും അങ്ങനെ കണ്ടെത്തി, അതായത് ഇത് ജന്മനാ ഉണ്ടായ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനിതകമായി ഉണ്ടായതോ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ ഉണ്ടായതോ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാരെല്ലാവരും തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആനയും അതുപോലെ തന്നെ ഈ ആനയോടൊപ്പം കൂടെയുള്ള മറ്റ് ആനക്കൂട്ടങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതായത് ഇന്നലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ വെള്ളം കുടിക്കാനായി ഈ ചാലക്കുടി പുഴയോരത്തെത്തുന്നത്. അതിനോടൊപ്പം തന്നെ അതിന് മുൻ ദിവസങ്ങളിലെല്ലാം തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതും അങ്ങനെ നിരവധിയായ ദൃശ്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പകർത്താനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആ ഒരു നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്കയ്ക്കൊരു ആശ്വാസമുണ്ട്. കാരണം ആന ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല മിടുക്കോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ജീവിതം എന്നുള്ളതാണ്.